ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. 2 ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അത് കാലാവസ്ഥ കാരണമാണ് കേട്ടോ. കറണ്ടും ഇല്ല, മഴയാണ്, ഭയങ്കര നെറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഡേ 3യും ഡേ 4ഉം ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഡേ 3 നമുക്കറിയാലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഡേ 4ൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡേ 3യും ഡേ 4ഉം നമുക്ക് റിവിഷൻ ഡേ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ SCRT പോർഷൻസാണ് കൂടുതലും നോക്കിയത്. പിന്നെ റിവിഷൻ ചെയ്തത് നമ്മൾ മുന്നേ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് കമൻ്റായിട്ട് പറയൂ കേട്ടോ. കാരണം എനിക്കും അറിയാമല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. ഓൾറെഡി അറിയാമായിരുന്നു കയ്യിൽ നിന്ന് പോകുന്നുള്ളത്. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടഫ് എന്തായാലും ഉണ്ടാവും എന്നറിയാം. എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല. ക്വസ്റ്റ്യൻ കൈ കിട്ടിയപ്പം തന്നെ ആദ്യം വിചാരിച്ചത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണോ അതോ വല്ല ബുക്കും ആണോ എന്നാണ് വിചാരിച്ചത്. കാരണം അത്രയും നല്ല തിക്നെസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കേട്ടോ. നല്ല ബുക്ക് പോലെ ഉണ്ടായിരുന്നു വായിക്കാൻ. പിന്നെ എൻ്റേത് കോഡ് A ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തുടങ്ങിയപ്പം തന്നെ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പേജോ 1-2 പേജ് മാത്രമേ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാനതൊന്നും വായിച്ചില്ല. എല്ലാം സ്കിപ്പ് ചെയ്ത് ഏറ്റവും ബാക്കിലായിരുന്നു മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ടാണ് പോയത്. ഫസ്റ്റ് ഞാൻ മലയാളം അറ്റൻഡ് ചെയ്തു, പിന്നെ ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്തു, പിന്നെ മാത്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ ഒരു പോർഷനാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗങ്ങളിൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയേക്ക്. GK പോർഷൻസ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം അത്രയും ടഫായിരുന്നു ക്വസ്റ്റ്യൻ. പിന്നെ വായിക്കാൻ തന്നെ സമയം ഉണ്ടായിരുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാനുള്ളൊരു സമയം വേണ്ടേ, അതുപോലും ഉണ്ടായിരുന്നില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിലും അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അധികം ഒരു ഈസി എന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മാത്സൊക്കെ കുറച്ചൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ആദ്യം അറ്റൻഡ് ചെയ്തുകൊണ്ട് അതൊക്കെ എഴുതാൻ പറ്റി. പിന്നെ അന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നല്ല മഴയായതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിലെത്താനും ലേറ്റായി. കാരണം ഫുള്ള് മഴയും വെള്ളവും ബ്ലോക്കും ഒക്കെ ആയതുകൊണ്ട് വീട്ടിലെത്താൻ കുറേ ലേറ്റായി. അതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസമൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ സൺഡേ ആയിരുന്നു. പിന്നെ സൺഡേയിൽ ഞാൻ കൂടുതൽ നോക്കിയത് SCRT ആയിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കി. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.